ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സൂർദാസിന്റെ പദാണ്. സൂർദാസ് എന്ന് പറയുന്നത് സഗുൺ ഭക്തി ശാഖയിലെ തന്നെ കൃഷ്ണ ഭക്തി കവിയാണ്. അതായത് കൃഷ്ണന്റെ ബാലലീലകളെ കുറിച്ച് വളരെ വാത്സല്യപൂർണമായിട്ടുള്ള രചനകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഓരോ പദമായിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ വിനയ് ഭക്തി പദാണ്. ആജു हो एक एक करी टहरी. ആജു ഹോ ഏക് ഏക് കരി ടഹരി എന്ന് വെച്ചാൽ ആജ് മേ ഏക് ഏക് കർക്കെ രഹൂങ്ക. അതായത് ഇന്ന് ഞാനൊരു തീരുമാനത്തിൽ എത്തിയിട്ടേ അടങ്ങുള്ളൂ. കെ തും ഹി കൈ ഹം ഹി മാധോ അപ്നെ ഭരോസെ ലരി ഹോ. അപ്പം ഇന്ന് ഞാനാണോ ജയിക്കുക നീയാണോ ജയിക്കുക, മാധവ നീയാണോ ജയിക്കുക എന്ന് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് തന്നെ ഞാൻ അടങ്ങുള്ളൂ. ലരിഹോം എന്ന് വെച്ചാൽ യുദ്ധ കരൂങ്ക എന്നാണ്. ഇന്ന് ഞാനാണോ ജയിക്കുക നീയാണോ ജയിക്കുക ഈ യുദ്ധത്തിൽ എന്ന് നോക്കി നോക്കാം എന്നാണ് സൂർദാസ് പറയുന്നത്. ഹോ പതിത് സാത്ത് പീഡനി കോ പതിതൈ ഹവൈ നിസ്തരി ഹോ എന്ന് വെച്ചാല് ഞാൻ 7 പീഠി 7 ജനറേഷനായിട്ട് പാപം ചെയ്യുന്നവനാണ്, പാപിയാണ്. ഈ പതിതനായ അതായത് ഈ പാപിയായ എന്നെ നിസ്തരിഹോ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ഉദ്ധരിക്കണം. ഉദ്ധരിക്കുക എന്ന് വെച്ചാല് പാപമുക്തനാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അബ് ഹോ ഉഘരി നച്ചിയോ ചാഹത്ത് ഹോ തുംഹൈ ബിരദ് ബിന കരി ഹോ കത്ത് അപ്നി പരതീതി നസാവത്ത് മേ പായോ ഹരി ഹീര. അപ്പൊ ഇതില് ഉഘരി എന്ന് വെച്ചാല് നങ്ക ഹോക്കർ എന്നാണ്. നങ്ക ഹോക്കർ എന്ന് വെച്ചാല് എന്താണ്? നഗ്നനായിട്ട്. ഞാൻ നഗ്നനായി നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അബ് ഹോ ഉഘരി നച്ചിയോ ചാഹത്ത് ഹോന്റെ മീനിങ് ആണത്. തുംഹേ ബിരദ് ബിൻ കരി ഹോ കത്ത് അപ്നി പരതീതി നസാവത്ത് മേ പായോ ഹരി ഹീര. അപ്പം നിന്റെ ഒരു തരം സങ്കോചങ്ങളും ശീലങ്ങളും ഒന്നും ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ മാനിക്കില്ല. മേ പായോ ഹരിഹീര, അങ്ങനെ എനിക്ക് ഹരിരൂപി ഹീര ലഭിച്ചു. ഹീര എന്ന് പറഞ്ഞാൽ വജ്രം, ഹരിയാകുന്ന വജ്രം ലഭിച്ചു. സൂർ പതിത് തബ് ഹി ഉഠ്ഹൈ പ്രഭു ജബ് ഹസി ദൈഹോ ബീര. ബീര എന്ന് വെച്ചാൽ ആജ്ഞ. അപ്പൊ സൂറ് എപ്പോഴാണ് പതിത് സൂറ് അതായത് പാപിയായ സൂർദാസ് എപ്പോഴാണ് എഴുന്നേൽക്കുക? പ്രഭു ജബ് ഹസി ദൈഹോ ബീര, പുഞ്ചിരിച്ചുകൊണ്ട് പ്രഭു ബീര ആജ്ഞ നൽകുമ്പോൾ മാത്രമാണ് സൂർദാസിനെ പാപത്തിൽ നിന്നും ഉദ്ധാരണം അതായത് പാപത്തിൽ നിന്നും മോചനം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് സ്റ്റാൻസയുടെ ഭാവാർത്ഥം നോക്കാം നമുക്ക്. हे प्रभु, आज मैं तुम्हारे एक एक बिरद की आसारता सिद्ध करूंगा. या तो तुम्हारी जीत होगी या मेरी ही. അപ്പോൾ ഇന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൂവ് ചെയ്തിട്ടേ അടങ്ങുള്ളൂ. ഇന്ന് ഒന്നെങ്കിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ നീ ജയിക്കും. മേ അക്കേലെ അപ്നെ ഭരോസെ യുദ്ധ കരൂങ്ക. ഞാൻ സ്വന്തം ബലത്തിൽ തന്നെ ഇന്ന് യുദ്ധം ചെയ്യും. मैं तो 7 पीढ़ी का पतित हूँ और पतित रहते हुए ही मेरा निस्तारण होगा. ഞാൻ 7 ജന്മങ്ങളായിട്ടുള്ള പാപിയാണ്. 7 ജന്മങ്ങളായി പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. പാപിയായി ഇരിക്കുന്ന ഈ അവസ്ഥയിൽ തന്നെയാണ് എന്നെ ഉദ്ധരിക്കേണ്ടത്, പാപമുക്തനാക്കേണ്ടത്. മേരാ ഉദ്ധാർ ഹോഗ. അബ് മേ നംഗാ ഹോക്കർ നാച്ചനാ ചാത്താ ഹൂം. ഞാനിപ്പോ നഗ്നനായി നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തുമ്ഹാരാ കോയി ശീൽ സങ്കോച് നഹി മാനൂങ്ക ഓർ അബ് തുമ്ഹെ ബിരദ് വിഹീൻ കർക്കെ ഛോഡൂങ്ക. നിന്റെ എല്ലാ ശീൽ സങ്കോചങ്ങളും താല്പര്യമില്ലായ്മയും ഒന്നും ഞാനിപ്പോൾ മാനിക്കില്ല. അബ് തുമ്ഹെ ബിരദ് വിഹീൻ കർക്കെ ഛോഡൂങ്ക. തുമ്ഹാരി സാരി ദീൻ ബന്ധുത കരുണാനിധുത പതിത് പാവൻത നിക്കാൽക്കർ സാസ് ലൂങ്ക. അപ്പോൾ നമ്മൾ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ സൂർദാസ് പറഞ്ഞല്ലോ ഇന്ന് ഒന്നെങ്കിൽ ഞാൻ ജയിക്കും അല്ലെങ്കിൽ നീ ജയിക്കും. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിന്റെ എല്ലാ ദീൻ ബന്ധുത
കരുണാനിധാനത, പതിത് പാവനത. അതായത് ശ്രീകൃഷ്ണൻ പതിതരെ, അതായത് പാപികളെ അവരുടെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവനാണ്, അതുപോലെ തന്നെ കരുണയുള്ളവനാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്ന് സൂർദാസിനെ പാപത്തിൽ നിന്നും മുക്തനാക്കിയിട്ടില്ലെങ്കിൽ കൃഷ്ണന് ഈ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല എന്ന് സൂർദാസിനെ തെളിയിക്കാൻ കഴിയും. അങ്ങനെ എന്നെ ഇന്ന് പാപമുക്തനാക്കിയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ലോകത്തോട് പറയും എന്നാണ് ഈ ഒരു വരിയിൽ ഉദ്ദേശിക്കുന്നത്. അതായത് കൃഷ്ണൻ കരുണയുള്ളവനല്ല, അതുപോലെ തന്നെ ജനങ്ങൾക്ക് പാപമോചനം നൽകാൻ കൃഷ്ണന് കഴിയില്ല എന്ന് പറഞ്ഞു പരത്തും എന്നാണ് ഇവിടെ ഈ ഒരു ലൈനിൽ ഉദ്ദേശിക്കുന്നത്. ഹേ പ്രഭു, തും അപ്ന വിശ്വാസ് ക്യൂ ഉഠായേ ദേ രഹേ ഹോ. അപ്പോ സൂർദാസ് ചോദിക്കുകയാണ്, പ്രഭു നിന്നിലുള്ള മറ്റുള്ളവരുടെ വിശ്വാസം എന്തിനാണ് ഇല്ലാതാക്കുന്നത്? മാനെ അബ് ഹരി രൂപി ഹീര പാലിയ ഹെ. ഞാനിപ്പോൾ ഹരിയുടെ രൂപത്തിലുള്ള, ഹരി ആകുന്ന ആ വജ്രം, ഹീര നേടിയിരിക്കുന്നു. മേ തുമ്ഹാരെ ദ്വാർ സെ തഭി ഉഠൂംഗ ജബ് തും ഉഠ്കർ ഹസ്കർ മുझे पान का बीड़ा दोगे और कहोगे सूर उठो तुम जीते मैं हारा. അപ്പോ മേ തുമ്ഹാരെ ദ്വാർ സെ, ഞാൻ നിന്റെ വാതിൽക്കൽ നിന്നും എപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? ജബ് തും ഉഠ്കർ, നീ എഴുന്നേറ്റ്, ഹസ്കർ ചിരിച്ചുകൊണ്ട് എന്നോട് പറയണം, സൂർ ഉഠോ തും ജീത്തെ മേ ഹാറാന്ന്. അപ്പം കൃഷ്ണൻ വന്നിട്ട് സൂർദാസിനോട് സൂർ എഴുന്നേൽക്കൂ, നീ ജയിച്ചു, ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ സൂർദാസ് കൃഷ്ണന്റെ ആ വാതിൽക്കൽ നിന്നും എഴുന്നേൽക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ജാവോ തുമ്ഹാരാ ബി ഉദ്ധാർ മാനെ കർദിയ. എഴുന്നേൽക്കൂ, നിന്നെയും ഞാൻ പാപമുക്തനാക്കിയിരിക്കുന്നു, നിന്നെയും ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ വാതിൽക്കൽ നിന്നും പോവുകയുള്ളൂ എന്നാണ്. ഇപ്പൊ ആദ്യത്തെ ആ സ്റ്റാൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനേക്കാളും കൂടുതൽ എക്സ്പ്ലനേഷൻ ഈ ഒരു ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. ഇത് വിനയ് ഭക്തി പതിലെ തന്നെ സെക്കൻഡ് സ്റ്റാൻസയാണ്. നരത്തെ ജന്മ പായി കഹ കീനു ഉധർ ഭരിയോ കൂക്കർ സൂക്കർ ലോ പ്രഭു കോ നാം ന ലീനോ. അപ്പൊ നരത്തെ ജന്മ പായി കഹക്കീനോ എന്ന് വെച്ച് കഴിഞ്ഞാല് നരന്റെ, മനുഷ്യന്റെ ജന്മം ലഭിച്ചിട്ട് നീ എന്താണ് ചെയ്തത്? ഉധർ ഭരിയോ കൂക്കർ സൂക്കർ ലോ പ്രഭു കോ നാം ന ലീനോ. കൂക്കർ എന്ന് വെച്ചാല് കുത്തെ, നായ്ക്കള്, അതുപോലെ തന്നെ സൂവർ പന്നികളെ പോലെയും നായ്ക്കളെ പോലെയും പന്നികളെ പോലെയും ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുക എന്നല്ലാതെ പ്രഭുവിന്റെ, ദൈവത്തിന്റെ നാമം നിങ്ങൾ എടുക്കുന്നില്ലല്ലോ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ശ്രീ ഭാഗവത് സുനി നഹി ശ്രവണനി. ഭാഗവതം കേട്ടിട്ടില്ല. ഗുരു ഗോവിന്ദ് നഹി ചീനോ. ഗുരുവിന്റെയും ഗോവിന്ദ് കൃഷ്ണന്റെയും നാമം ജപിച്ചിട്ടില്ല. ഭാവ ഭക്തി കച്ചു ഹൃദയ ന ഉപജി മൻ വിഷയാമേ ദീനോ. ഭാവഭക്തി, ഭക്തി എന്ന ഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ ഉപജ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളയുക എന്നാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മനസ്സിൽ ഭക്തിഭാവമേ ഇല്ല. മൻ വിഷയാമേ ദീനോ. മറ്റു കാര്യങ്ങളിലാണ്, ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലാണ് നിങ്ങളുടെ മനസ്സ് ഏർപ്പെട്ടിരിക്കുന്നത്. ജൂഠൗ സുബ് അപ്നോ കരി ജാന്യോ പരസ് പ്രിയ കെ ഭീനി. നിങ്ങൾ സുഖമെന്ന് വിചാരിക്കുന്ന എല്ലാം തന്നെ സത്യത്തിൽ മിഥ്യയാണ്. അതല്ല സത്യത്തിൽ സുഖമെന്ന് പറയുന്നത്. പരസ് പ്രിയ കെ ഭീനി, അതായത് സ്ത്രീയുടെ സ്പർശത്തിലാണ് സുഖമെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അഘ കോ മേരു ബഢായി അധമ തു അന്ത് ഭയോ ബൽഹീനോ. ഇപ്രകാരം, അതായത് മേലെ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ ആകെ ഈ മിഥ്യയാകുന്ന സുഖം ആസ്വദിച്ചുകൊണ്ട് നടക്കുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അഘുക്കോ മേരു ഭടായി അധമുതു. നിങ്ങളുടെ പാപങ്ങളെ സുമേരു പർവ്വതം പോലെ വലുതാക്കുകയാണ് നിങ്ങൾ ചെയ്തത്. ഓർ അന്ത് മേ നിർബൽ ഹോഗെ. അതായത് നിങ്ങൾ അവസാനം ബലഹീനരാവും, നിർബലരാവും എന്നാണ് പറയുന്നത്. ലഖ് 84 ജോനി ഭരമി കെ ഭിരി വാഹി മൻ ദീനോ सूरदास भगवंत भजन बिनु ज्यो अंजलि जल छीनो. 84 യോനിയോ മേ ഘൂമത്തെ ഹുവേ ഭി. അതായത് 84 എന്ന് വെച്ച് കഴിഞ്ഞാല് 84, 84
യോനികളിലൂടെ കടന്നു പോയിട്ടും നീ വീണ്ടും ആ ലൗകികമായ കാര്യങ്ങളിൽ തന്നെയാണ് മനസ്സ് ഇൻവോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോഴും ഭക്തിഭാവം നിന്റെ മനസ്സിൽ വരുന്നില്ല. സൂർദാസ് ലാസ്റ്റ് പറയുന്നത് എന്താണ്? ഭഗവന്ത് ഭജൻ ബിനു. ഭഗവന്ത് ഭജൻ ബിനു എന്ന് വെച്ച് കഴിഞ്ഞാല് ഭഗവാന്റെ, ഈശ്വരന്റെ നാമം ജപിക്കാതെ, ഈശ്വരനെ ഓർക്കാതെ നടക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നിങ്ങളുടെ ജീവിതം അഞ്ജലി ജൽ ഛീനോ, അതായത് നിങ്ങളുടെ ജീവിതം തീർന്നു പോവുകയാണ്. എങ്ങനെയാണ് തീരുന്നത്? അതിനൊരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അതിനോട് കമ്പയർ ചെയ്യുന്നത് എന്തിനായിട്ടെന്ന് വെച്ചാൽ, കൈക്കുമ്പിളിലെ ജലം പോലെ നിങ്ങളുടെ ജീവിതം തീർന്നു പോവുകയാണ്, നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒന്നുകൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഭാവാർത്ഥത്തിൽ പറയാട്ടോ. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയുടെ ഭാവാർത്ഥം. തുമ്നെ മനുഷ്യ കാ ജന്മ പാക്കർ കിയാ ക്യാ, നീ മനുഷ്യന്റെ ജന്മം നേടിയിട്ട് എന്താണ് ചെയ്തത്? ശ്രീ ഭഗവാൻ കാ നാം തോ ലിയാ നഹി, കുത്തോ ഓർ സുവറോ കി ഭാതി കേവൽ പേട്ട് ഭർത്തേ രഹേ. ഭഗവാന്റെ നാമം ജപിച്ചിട്ടേ ഇല്ല, നായ്ക്കളുടെയും പന്നികളുടെയും പോലെ കേവലം വയറു നിറച്ചുകൊണ്ടേയിരുന്നു. കാനോ സേ ശ്രീമദ് ഭാഗവത് കി കഥ നഹി സുനി, ചെവി കൊണ്ട് ഭാഗവതത്തിന്റെ കഥ കേട്ടിട്ടില്ല. ഗുരു കി കൃപ പ്രാപ്ത് കർ ഗോവിന്ദ് കോ പെഹചാന നഹി, ഗുരുവിന്റെ കൃപ പ്രാപ്തമാക്കിയിട്ട് ഗോവിന്ദ് ശ്രീകൃഷ്ണനെ അറിഞ്ഞില്ല. ഹൃദയ മേ ഭഗവാൻ के प्रति भावना एवं भक्ति कुछ भी उत्पन्न नहीं हुई, മനസ്സിൽ ഈശ്വരനെ പ്രതി ഒരു ഭക്തിയും രൂപപ്പെട്ടില്ല. കേവൽ വിഷയ് ചിന്തൻ മേഹി ലഗേ രഹേ, ലൗകികമായ ചിന്തകളെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നു. പ്രിയതമാ സ്ത്രീ കെ സ്പർശ സുഖ് മേഹി ഡൂബേ രഹക്കർ ഉസ് മിഥ്യാ സുഖ് കോ അപ്ന സുഖ് സമജ് ലിയ. അപ്പോൾ പ്രിയതമാ സ്ത്രീയുടെ ആ സ്പർശത്തിൽ നിന്നുണ്ടാകുന്ന സുഖത്തെ യഥാർത്ഥ സുഖം എന്ന് കരുതിക്കൊണ്ട്, അത് ആക്ച്വലി എന്താണ്? അത് മിഥ്യയായ സുഖമാണ്, അതാണ് യാഥാർത്ഥ്യം എന്ന് കരുതിക്കൊണ്ട് ആ മിഥ്യയായ സുഖത്തെ അപ്ന സുഖ് സമജ് ലിയ, അതാണ് യഥാർത്ഥ സുഖമെന്ന് കരുതി. इस प्रकार अरे अधम, तूने पाप को सुमेरु पर्वत के समान बढ़ा लिया और अंत में निर्बल हो गया. ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് നീ എന്താണ് ചെയ്തത്? നിന്റെ പാപങ്ങളെ സുമേരു പർവ്വതം പോലെ വലുതാക്കി, എന്നിട്ട് അവസാനം ബലഹീനനായി, നിർബലനായി. 84 लाख योनियों में बार बार घूमते हुए भी तू फिर उसी में लगा है. ആ ഉസി എന്ന് പറയുന്നത് എന്തിനാണ്? വിഷയ ചിന്തൻ, ലൗകികമായ ചിന്തകളിൽ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞാൽ മിസ്റ്റേക്ക്. 84 എന്ന് പറഞ്ഞാല് 84, പിന്നെ 84 ലാഖ് എന്ന് പറയുന്നത്. അപ്പം 84 ലക്ഷം യോനികളിലൂടെ കടന്നു പോയിട്ടും വീണ്ടും വീണ്ടും കടന്നു പോയിട്ടും നീ വീണ്ടും എന്താണ്? വിഷയ ചിന്തനിൽ തന്നെയാണ്, ലൗകികമായ ചിന്തകളിൽ തന്നെയാണ് മുഴുകിയിരിക്കുന്നത്. सूरदास जी कहते हैं, भगवान का भजन किए बिना आयु इस प्रकार नष्ट हो गई जैसे अंजलि में लिया जल. സൂർദാസ് പറയുന്നത്, ഭഗവാന്റെ ഭജൻ നടത്താതെ, ഭഗവാന്റെ ഈശ്വരന്റെ നാമം ജപിക്കാതെ നിന്റെ ജീവിതം, ആയു എന്ന് വെച്ചാൽ വയസ്സ്, പ്രായം, നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി. എന്തിനെ പോലെയാണ് നഷ്ടപ്പെട്ടു പോയത്? അഞ്ജലി, കൈക്കുമ്പിളിലെടുത്ത ജലം പോലെ നഷ്ടമായി പോയി. അപ്പോ ഫസ്റ്റ് ഹെഡിങ്ങിലുള്ള പദ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് പദ് നോക്കാം. ഗോകുൽ ലീലാ പദ്. അപ്നൗ ഗാവു ലേവു നന്ദറാണി, നിങ്ങളുടെ ഗ്രാമം എടുത്തോളൂ നന്ദറാണി. ബഡേ ബാപ് കി ബേട്ടി, വലിയ വീട്ടിലെ മകളല്ലേ. പൂത്ത് ഹി ഭലി പടാവത്തി ബാനി, അതുപോലെ വലിയ വലിയ കാര്യങ്ങളാണല്ലേ. പൂത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല് പുത്ര എന്നാണ്, മകനെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഖാ ബീറിലെ പേഠത്ത് ഗർമേ ആപ്പു ഖായി തോ സഹിയെ, സഖാബീർ കൂട്ടുകാരും കൂടി എന്റെ വീട്ടിലേക്ക് കയറി വന്നു. ഒറ്റയ്ക്കാണ് കഴിച്ചതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. മേ ജബ് ചലി സാമഹെ പക്രൻ തബ് കെ ഗുൻ കഹാ കഹിയെ, ഞാൻ മുന്നിൽ ചെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴുള്ള കാര്യം പറയുകയേ വേണ്ട. ഭാജി ഗയെ ദൂരി ദേക്കത്ത് കഥഹു മേ ഘർ പോടി ആയി, ഞാൻ പിടിക്കാൻ പോയപ്പോ എന്താണ് ചെയ്തത്? ഫ്രണ്ട്സും കൃഷ്ണനും കൂടിയിട്ട് ഒളിച്ചിരുന്നു. ഹരേ ഹരേ ബേനി ഗാഹി പാച്ചോ ബാന്തി പാട്ടി ലായി, അപ്പോ
കൃഷ്ണനെയും കൂട്ടുകാരെയും കാണാതായപ്പോൾ ഈ ഗ്വാലിൻ എന്തു ചെയ്തു? കട്ടിലിൽ പോയിട്ട് കിടന്നു. അപ്പോ കൃഷ്ണനും കൂട്ടുകാരും കൂടിയിട്ട് ബാന്തി പാട്ടിലായി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്വാലിന്റെ മുടി, ഈ സ്ത്രീയുടെ മുടി പിടിച്ചിട്ട് കട്ടിലിന്റെ കാലുമ്മേ കെട്ടിയിട്ടു. അപ്പോ ശ്രീകൃഷ്ണൻ ചെയ്ത കുറുമ്പിനെ കുറിച്ചിട്ട് ശ്രീകൃഷ്ണന്റെ അമ്മയോട് പറയാണ്, യശോദയോട് പറയാണ് ഈ സ്ത്രീ. ഇനി ഇതിലെ രണ്ടാമത്തെ സ്റ്റാൻസ, സുനോ മയ്യ യാക്കെ ഗുന മോസോ ഇന് മോഹി ലയോ ബുലായി. അപ്പോ കേൾക്കൂ അമ്മേ, സുനു മയ്യ യാക്കെ ഗുന മോസോ, ഈ സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇൻ മോഹി ലയോ ബുലായി, എന്നെ ഇവരാണ് ഇങ്ങോട്ട് വിളിച്ചത്. ദധി മേ പടി സേന്ത് കി മോപ്പെ ചീട്ടി സബേ കढ़ായി, അതായത് ദഹിയിലുണ്ടായിരുന്ന, ആ തൈരിലുണ്ടായിരുന്ന എല്ലാ ചീട്ടി, എല്ലാ ഉറുമ്പുകളെയും എന്നെ കൊണ്ട് എടുത്ത് കളയിപ്പിച്ചു, റിമൂവ് ചെയ്യിപ്പിച്ചു. ടെഹൽ കരത്ത് മേ യാക്കെ ഘർ കി യഹ് പതി സംഗ് മിലി സോയി, ഇവര് പറഞ്ഞ എല്ലാ ജോലികളും ഞാൻ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ ഗ്വാലിൻ എന്താണ് ചെയ്തത്? പതി സംഗ് മിലി സോയി, ഈ സ്ത്രീ ഭർത്താവിന്റെ കൂടെ ചെന്ന് കിടന്ന് ഉറങ്ങി. സൂർ ബച്ചൻ സുനി ഹസി ജസോദ, ഈ സൂർദാസ് പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് യശോദ ചിരിച്ചു. ഗ്വാൽ രഹി മുഖ ഗോയി, അപ്പോ ഈ സ്ത്രീയാണെങ്കില് നാണം കൊണ്ട് മുഖം മറച്ച് പോയി. അപ്പം ഈ രണ്ട് സ്റ്റാൻസയുടെ മീനിങ് ഒരുമിച്ചാണ്, ഭാവാർത്ഥം ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. ഗ്വാലിനി ബോലി ഹേ നന്ദ്രാണി അബ് അപ്ന ഗാവ് ലോ, ഗ്വാലിനി പറഞ്ഞു, നന്ദ്രാണി നിങ്ങളുടെ ഗ്രാമം നിങ്ങൾ തന്നെ എടുത്തോളൂ. അബ് തോ മേ ഇസ് ഗാവ് കോ ഛോഡ്കർ ചൽ പടി, ഞാൻ ഇനി ഈ ഗ്രാമം വിട്ടു പോവുകയാണ്. യഹാ മേരി ജൈസിയോ കാ അബ് ഗുസാര നഹി ഹെ, ഇവിടെ എന്നെ പോലുള്ളവർക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല. ഗുസാര നഹി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിക്കാൻ പറ്റില്ല. तुम खुद बड़े बाप की बेटी हो, बड़े नंदराय की बहू हो और अपने पूत को भी बड़ी बड़ी बातें सिखा रही हो. നിങ്ങൾ അല്ലെങ്കിൽ നീ സ്വയം വലിയ വീട്ടിലെ മകളാണ്, പുത്രിയാണ്. ബഡേ നന്ദറായ് കി ബഹു ഹോ, ബഹു എന്ന് വെച്ചാൽ എന്താണ്? മരുമകളാണ്. ബഡേ നന്ദറായിന്റെ, വലിയ നന്ദറായിന്റെ ബഹു ആണ്. അതുപോലെ തന്നെ അപ്നെ പൂത് കോ ബി ബഡി ബഡി ബാത്തേ പഠാ രഹി ഹോ, അപ്പൊ സ്വന്തം മകനെയും അതുപോലെ വലിയ വലിയ കാര്യങ്ങളാണല്ലേ പഠിപ്പിക്കുന്നത്. मैं तो छोटे बाप की बेटी हूँ, छोटे अहीर के घर ब्याही गई हूँ. ഞാനാണെങ്കിൽ ചെറിയ വീട്ടിലെ ചെറിയ വീട്ടിലെ പെൺകുട്ടിയാണ്, സ്ത്രീയാണ്. അതേപോലെ തന്നെ ഒരു സാധാരണക്കാരനെയാണ് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത്. ബ്യാഹിന എന്ന് വെച്ചാൽ വിവാഹം കഴിക്കാന്നാണ്. അപ്പൊ ബ്യാഹി ഗൈഹു എന്ന് വെച്ചാൽ വിവാഹം കഴിച്ചു വന്നത്. അബ് മേരാ ഗുസർ യഹാ കാസെ ഹോ സക്താ ഹെ, ഇവിടെ മേരാ ഗുസർ എന്നാവാൻ ചാൻസ് ഇല്ല കേട്ടോ, ഗുസാര എന്നാവാനാണ്, ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ്. അബ് മേരാ ഗുസാര യഹാ കാസെ ഹോ സക്താ ഹെ, ഇവിടെ ഇനി എനിക്ക് എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുക. मैं कहाँ से नई नई मटकी और कमोरी लाऊं, यह तुम्हारा लाडला अपने सखाओं की भारी भीड़ लिए घर में घुस जाता है. ഞാൻ എന്നും എവിടെ നിന്നാണ് മട്കി ഓർ കമോരി, മട്കി എന്ന് വെച്ചാൽ ഉറിയില്ലേ, മണ്ണുകൊണ്ട് ഉണ്ടാക്കുന്ന ഉറിയും അതുപോലെ മറ്റ് മണ്ണിന്റെ പാത്രങ്ങളൊക്കെ എന്നും ഞാൻ എവിടെ നിന്നാണ് പുതിയതായിട്ട് കൊണ്ടുവരുന്നത്. തുമ്ഹാര ലാഡ്ല, നിന്റെ ഓമന പുത്രൻ, ഒരുപാട് സഖാവും കെ സാത്ത്, ഒരുപാട് കൂട്ടുകാരും കൂടി വന്നിട്ട് എന്റെ വീട്ടിലേക്ക് കയറാണ്. യ അക്കേല ഖാനെ വാല ഹോ തോ ഏക് ബാത് ഭി ഹെ, കൃഷ്ണൻ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ പിന്നെയും സഹിക്കാം. പർ യ ഭാരി ഭീഡ്, അതും ഇത്രയും തിരക്കോ ഇത്രയും കൂട്ടത്തോടെയാണ് വരുന്നത്. ഇസേ കാസെ സംഭാല ജാ സക്താ ഹെ, ഇത് ഞാൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക. ജബ് മേ ഇസേ പകഡ്നെ ഗയി തബ് കെ ഇസ്കെ ഗുൺ ക്യാ കഹൂं, ഞാൻ ഇവനെ പിടിക്കാൻ പോയപ്പോഴുള്ള ഗുണമൊന്നും പറയേണ്ട കാര്യമില്ല. യ മുझे देखते ही कहीं भाग कर छिप गया, ഇവൻ എന്നെ കണ്ടപ്പോഴേ എവിടെയോ ഓടി ഒളിച്ചു. മേ ഘർ മേ ആക്കർ സോ ഗയി, ഞാൻ വീട്ടിൽ വന്നിട്ട് ഉറങ്ങി. യ ചുപ്കെ ചുപ്കെ ആയ और इसने मेरी ചോട്ടി ഘാട്ട് കെ സീറോ സെ ബാന്തി, ഇവൻ എന്ത് ചെയ്തു? ഇവനാണെങ്കിൽ എന്റെ ചോട്ടി എന്ന് വെച്ചാൽ മുടിയാണ്, മുടഞ്ഞിട്ടുള്ള
മുടി പിടിച്ചിട്ട് കട്ടിലിന്റെ കാലില് കെട്ടിയിട്ടു. പാട്ടി എന്ന് വെച്ചാല് കട്ടില്. ഇസ് पर കിഷൻ കन्हैया बोले മയ്യ ഇൻകെ ഗുൻ മുജ്സെ സുൻലോ. ഇത് കേട്ടപ്പോ കൃഷ്ണൻ പറഞ്ഞു, അമ്മേ, ഈ സ്ത്രീയുടെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം, ഞാൻ പറയുന്നത് കേൾക്കൂ. इसने मुझे अपने पास बुलाया और कहा कि दही की कटोरियों में चींटियां पड़ गई है, लल्ला इन्हें निकाल दो. ഇവിടെ ഇതൊരു ഹ്യൂമറസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. കൃഷ്ണൻ പറയുന്നത്, ഈ സ്ത്രീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ദഹി കി കട്ടോരിയോമേ, തൈരിന്റെ പാത്രങ്ങളില് ചീട്ടിയ ഉറുമ്പുകൾ വീണിട്ടുണ്ട്, ലല്ല. അപ്പൊ നമുക്ക് നല്ല വാത്സല്യത്തിൽ ആ സ്ത്രീ കൃഷ്ണനെ വീട്ടിലേക്ക് വിളിച്ച് കൃഷ്ണന് പണി കൊടുത്ത പോലെയാണ് ഇതില് പറയുന്നത്. അപ്പം ലല്ല ഇൻഹേ നിക്കാൽ ദോ, ഇത് ഒന്ന് റിമൂവ് ചെയ്ത് തരുമോന്ന് ചോദിച്ചു. മുജ്സെ ഇസ്നെ സേന്ത് മേത് മേ സാരി ചീട്ടിയ നിക്കൽവായി. അപ്പോ എന്നെ എല്ലാം ഇങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാ ഉറുമ്പുകളെയും അതിൽ നിന്ന് റിമൂവ് ചെയ്യിപ്പിച്ചു. मैं चाकर की तरह इसकी टहल में लगा रहा और वह मौज से अपने पति को लेकर जा सोई. അപ്പൊ ഞാനാണെങ്കിൽ ചാക്കർ, ഇവരുടെ സെർവന്റിനെ പോലെ ഈ വീട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. ഇവര് പറഞ്ഞ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ സ്ത്രീ എന്താണ് ചെയ്തത്? വളരെ സന്തോഷത്തോടെ തന്റെ ഭർത്താവിന്റെ കൂടെ, പതിയുടെ കൂടെ ചെന്ന് കിടന്ന് ഉറങ്ങി. കन्हैया की इस बात को सुनकर यशोदा हंस पड़ी और ग्वालिन ने अपना मुंह लाज से ढक लिया. അപ്പോ കൃഷ്ണന്റെ ഈ സംസാരം കേട്ടിട്ട്, കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് യശോദ ചിരിക്കാൻ തുടങ്ങി. എന്നാൽ ഗ്വാലിനാണെങ്കിൽ ലാജ് സെ മുഹ് ഢക് ലിയ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, നാണം കൊണ്ട് മുഖം മറച്ച് നിന്നു.